ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ സാന്റോസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ബ്രസീലിയൻ ലീഗിലെ 3-ാം റൗണ്ട് പോരാട്ടത്തിൽ ഫ്ലുമിനൻസ് ആയിരുന്നു സാന്റോസിന്റെ എതിരാളികൾ. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ഫ്ലുമിനൻസ് സാന്റോസിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിച്ചിരുന്നു. പരിക്കിൽ നിന്നും മുക്തനായ നെയ്മർ ജൂനിയർ മത്സരത്തിന്റെ 2-ാം പകുതിയിൽ പകരക്കാരനായിക്കൊണ്ടായിരുന്നു വന്നിരുന്നത്. പിന്നീട് മത്സരത്തിന്റെ 60-ാമത്തെ മിനിറ്റിൽ നെയ്മർക്ക് ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ അഥവാ 96-ാമത്തെ മിനിറ്റിലാണ് ഫ്ലുമിനൻസിന്റെ വിജയ ഗോൾ പിറക്കുന്നത്. സാമുവൽ സേവിയറുടെ ഒരു ഷോട്ട് വരുന്നു. അത് ഒരു സാന്റോസ് താരത്തിന്റെ കാലിൽ തട്ടി ഡിഫ്ലക്റ്റഡ് ആകുന്നു. അങ്ങനെ വലയിൽ പതിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു വിജയം ഇപ്പോൾ ഫ്ലുമിനൻസ് സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിൽ ആധിപത്യം പുലർത്താൻ ഫ്ലുമിനൻസിന് കഴിഞ്ഞിരുന്നു. സാന്റോസ് മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. കേവലം ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ് സാന്റോസിന് ഉതിർക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും നെയ്മർ ജൂനിയർ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഒഫീഷ്യൽ മത്സരത്തിൽ തിരിച്ചെത്തി എന്നത് ബ്രസീലിയൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല 2013 ശേഷം ബ്രസീലിയൻ ലീഗിൽ ഇപ്പോൾ നെയ്മർ ജൂനിയർ ഒരിക്കൽ കൂടി അരങ്ങേറ്റം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ സാന്റോസിന്റെ ബ്രസീലിയൻ ലീഗിലെ നില അത് വളരെയധികം മോശമാണ്. 3 മത്സരങ്ങൾ കളിച്ചിട്ട് 1 പോയിന്റ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.